ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആരി വർക്ക് ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അത്യാവശ്യം ബ്രൈഡൽ വർക്കും നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളും ചെയ്യാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആരി വർക്കിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ഇത്രയും നീഡിലുകളാണ് നോർമലി ആരി വർക്കിന് യൂസ് ചെയ്യുന്നത്. ടുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലാണിത്. 14 നമ്പറാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആരി വർക്കിൽ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബീഡ്സ് ലോഡ് ചെയ്യാനുള്ള നീഡിലുകളാണ്. അയൺ നീഡിലും വുഡൻ നീഡിലുമാണ്. അടുത്തതായിട്ട് ഏതൊക്കെ ടൈപ്പ് ത്രെഡുകളാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ജെറി ത്രെഡ് നോക്കാം. ഇത് ഗോൾഡൻ ജെറി ത്രെഡും ഇത് ആൻറ്റിക് ഗോൾഡുമാണ്. മെയിനായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ ബീഡ്സ് വർക്കും ബാക്കി ബീഡ്സ് അതുപോലെ സീക്വൻസ് സർദോസിയൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ ഒരു നൈലോൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഡാർക്ക് ഷെയ്ഡുള്ള ക്ലോത്ത് വരുമ്പോൾ ബ്ലാക്കും ലൈറ്റ് ഷെയ്ഡുള്ളത് വരുമ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും യൂസ് ചെയ്യും. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ ത്രെഡാണ്. ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. നൈലോൺ ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ബീഡ്സ് വർക്കും ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടതാണ് ത്രെഡ് കട്ടർ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേപ്പ് വേണം. നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് മാർക്കർ അതുപോലെ പെന്നുകൾ കിട്ടും. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഹീറ്റ് ഇറേസിബിൾ ആണ്. നമ്മൾക്ക് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷനിലുള്ള മാർക്കുകൾ അതുപോലെ ഡിസൈനൊക്കെ മായ്ച്ച് കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇതാണ്. നേരത്തെ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതിനിപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം അളവുകൾ അതുപോലെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതും അയൺ ബോക്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മെഴുകാണ്. സാധാ ചോക്കിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ ഒരു ചോക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമ്മൾ ലീഫ് സ്റ്റെമ്മ് ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഈ ഒരു ാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ ഹെയർ ഡ്രയറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാർക്കൊക്കെ ഇൻവിസിബിളായി പോയിക്കോളും. പിന്നെ വേണ്ട ഈ ഒരു ബീഡ്സ് ലോഡിങ് പൗച്ചാണ്. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് ഞാൻ പറയില്ല. ബീഡ്സ് വർക്കൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ ചെയ്യാനായി കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഇത് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. നമുക്കിങ്ങനെ പിടിക്കുന്ന ടൈമിൽ ഇത് ഇവിടെ നിന്ന് ബീഡ്സ് ഒഴുകി പോവുകയില്ല. ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊരുത്ത് എടുക്കാനും ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രെയിമാണ്. 18 ഇഞ്ചിൻ്റെ ആണ് നമ്മൾ ആരി സ്റ്റാൻഡിൽ റൗണ്ട് സ്റ്റാൻഡിൽ യൂസ് ചെയ്യുന്ന ഫ്രെയിം. സ്റ്റാർട്ടിങ്ങിൽ തുടക്കക്കാർ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണിത്. ഈ സ്റ്റാൻഡിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് തുണി ഫിക്സ് ചെയ്യാനുള്ള ഈ 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് വേണ്ടത്. നോർമലി നമ്മൾ ഗോൾഡൻ ബീഡ്സ് ആണ് മെയിനായിട്ട് വർക്കുകളിൽ വരാറുള്ളത്. ഇതുപോലെ ഈ ഒരു 2 സൈസിലുള്ള ാണ് നമ്മൾ കൂടുതലും വർക്കുകളിൽ യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ റൗണ്ട് ബീഡാണ് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന റൗണ്ട് ബീഡ് ഇതാണ്. ഇത് നമ്മൾ ബേസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് റൗണ്ട് ബീഡ്സ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ്. ഇതും ഗോൾഡൻ ഷെയ്ഡാണ്. ഗോൾഡനും ആൻറ്റിക് ഗോൾഡും ആണ് നമുക്ക് ഏറ്റവും അധികം യൂസ് വരുന്നത്. ഇതാണ് ഷുഗർ ബീഡ്. ചെറിയ സൈസിലുള്ള ഷുഗർ ബീഡാണ്. കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഷുഗർ ബീഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോ ബീഡ്സ് യൂസ് ചെയ്യരുത്. കുറച്ചും കൂടെ വലുപ്പമുള്ള ബീഡ്സ് യൂസ് ചെയ്യുക. ഇത് അത്യാവശ്യം വലുപ്പമുള്ള കട്ട് ബീഡാണ്. ഈ കട്ട് ബീഡിനേക്കാളും അത്യാവശ്യം നമുക്കിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇത് മൈക്രോ ബീഡ്സ് ആണ്. റെയിൻബോ കട്ട് ബീഡ്സ് ആണ്. ഇതിന് രണ്ടിൻ്റെയും വലുപ്പം വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ആൻറ്റിക് ഷുഗർ ബീഡ്. ഇത് രണ്ടും തമ്മിലുള്ള കളർ വ്യത്യാസം മനസ്സിലാവും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ആൻറ്റിക് ഷുഗർ ബീഡും ഗോൾഡൻ ഷുഗർ ബീഡ്സാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു വെച്ചിരിക്കുന്നതും ഈ 2 ബീഡ്സാണ്. അടുത്തതായിട്ട് സർദോസിയാണ് കാണിക്കുന്നത്. ഈ 2 കളേഴ്സാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഈ ഒരു സർദോസി നോർമൽ ഈ സർദോസിനേക്കാളും കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പം. സ്റ്റാർട്ടിങ് നമ്മൾ ഇതിൽ ചെയ്യുമായിരിക്കും, കാരണം ഇതിൻ്റെ ഹോൾസ് കുറച്ചും കൂടെ വലുതാണ്. എളുപ്പം വിട്ടു പോവാതെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തീരെ
ചെറിയ ഹോൾ ആയതുകൊണ്ട് വർക്ക് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ വലിയ സർദോസി യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് തന്നെ ഗോൾഡൻ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഗോൾഡൻ ആണുള്ളത്. ഇനി ആൻറ്റിക് ഗോൾഡ് കളറുണ്ട്. അത്യാവശ്യം നല്ല മെഹന്തി ഷെയ്ഡിലുള്ളതുണ്ട്. അത് നമ്മൾ വർക്ക് അനുസരിച്ച് ആണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ്. സീക്വൻസ് നമുക്ക് പല ടൈപ്പ് സീക്വൻസ് ഉണ്ട്, പല ഷേപ്പിലുള്ളതുണ്ട്. ഗോൾഡൻ, ആൻറ്റിക് ഗോൾഡ് ആണ് നമ്മൾ കൂടുതലും സീക്വൻസ് ആവശ്യമായിട്ട് വരാറ്. ചില ഡ്രസ്സുകളിൽ ഡ്രസ്സിൻ്റെ കളറ് മാച്ച് ചെയ്യുന്ന സീക്വൻസും യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് കുന്തൻ സ്റ്റോൺ ആണ് നമ്മൾ ഷേപ്പിലുള്ളത്. അതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളത്, ഐ ഷേപ്പിലുള്ളത്, സ്ക്വയറിൽ തന്നെ 2-3 വലിപ്പം ഉള്ളതുണ്ട്. ഗ്രീൻ കളറ് കുന്തൻ സ്റ്റോൺ ആണ്. ഇത് മജന്ത ഷെയ്ഡാണ്. പിന്നെ സിൽവറും ഗോൾഡനുമാണ് നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഫെവിക്രിലിൻ്റെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ്. നോർമലി സ്റ്റോണും അതുപോലെ കുന്തൻ സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം യൂസ് വരാറില്ല. B7000 ആണ്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഗമ്മാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ്. അടുത്തത് നമ്മൾ ഫ്ലവറും അതുപോലെ സ്പ്രെഡ് വർക്കും ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ആണ്. ഈ ഒരു ഗം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള, അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള വെഡിങ് വർക്കോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്